നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണ വിപണിയിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ ചാഞ്ചാട്ടമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വാർത്തകളിൽ കാണുന്നത് സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ ഇടുന്നതിനെ കുറിച്ചാണ്. എന്നാൽ പെട്ടെന്നാണ് മിനിറ്റുകൾക്കുള്ളിൽ വിപണിയിൽ ഒരു വലിയ ഇടിവുണ്ടായത്. വെറും നിമിഷങ്ങൾക്കുള്ളിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിപണിയിൽ നിന്ന് ഏകദേശം $3 ട്രില്യൺ, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 250 ലക്ഷം കോടി രൂപയോളം തുടച്ചു നീക്കപ്പെട്ടു. വെറും മിനിറ്റുകൾക്കുള്ളിലാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിപണിയിൽ നിന്ന് ഏകദേശം $3 ട്രില്യൺ തുടച്ചു നീക്കപ്പെട്ടത്. പെട്ടെന്നുണ്ടായ ഈ വൻ ഇടിവ് കണ്ട് പലരും ചോദിക്കുന്നത് ഇതൊരു മാർക്കറ്റ് മാനിപ്പുലേഷൻ അഥവാ കൃത്രിമമായി ഉണ്ടാക്കിയ ഇടിവാണോ എന്നാണ്. ഇതിന്റെ സത്യാവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആഗോള വിപണിയിൽ ഡോളർ പെട്ടെന്ന് കരുത്താർജിച്ചതും അമേരിക്കയിലെ പലിശ നിരക്കുകളെ കുറിച്ച് പുതിയ റിപ്പോർട്ടുകളുമാണ് ഈ അപ്രതീക്ഷിത ഇടിവിന് കാരണമായതെന്നാണ്. ഡിസംബറിലെ പണപ്പെരുപ്പം കേന്ദ്ര ബാങ്കിന്റെ 2% ലക്ഷ്യത്തെക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ സൂചന നൽകിയിരുന്നു. കൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായ സൈനിക നടപടികൾ ആലോചിക്കുന്നതിനായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇറാന്റെ സുരക്ഷാ സേനകൾക്കും നേതാക്കൾക്കുമെതിരെ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണങ്ങൾ നടത്താനാണ് അമേരിക്കയുടെ പദ്ധതി എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഈ ഘടകങ്ങൾ മൂലം വലിയ നിക്ഷേപകർ ലാഭമെടുക്കാൻ മത്സരിച്ചതോടെ വില കുത്തനെ താഴേക്ക് പോയി. വെള്ളി വിലയും വ്യാഴാഴ്ച $121.64 എന്ന റെക്കോർഡ് ഉയരങ്ങളിലെത്തിയ ശേഷം സ്പോട്ട് സിൽവർ ഔൺസിന് 0.2% ഇടിഞ്ഞ് $115 എത്തി. എങ്കിലും ഈ മാസം ഇതുവരെ 62% നേട്ടമുണ്ടാക്കാൻ വെള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇടിവിനിടയിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഈ തകർച്ചയ്ക്ക് തൊട്ടു മുൻപുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 1980 ശേഷമുള്ള ഏറ്റവും മികച്ച ഒരു മാസമായിട്ടാണ് സ്വർണം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ കുതിപ്പാണ് സ്വർണം നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരതകളും സാമ്പത്തിക മാറ്റങ്ങളുമാണ് സ്വർണത്തെ ഈ റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വർണ്ണവില ഗ്രാമിന് 10,000 രൂപയ്ക്ക് അടുത്തേക്ക് എത്തിയതോടെ 2025 സ്വർണത്തിന്റെ ആകെ ഡിമാൻഡിൽ 11% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 710 ടണ്ണിലേക്കാണ് ഡിമാൻഡ് താഴ്ന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തിറങ്ങിയ വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവസാന 3 മാസങ്ങളിൽ സ്വർണത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യകത 9% കുറഞ്ഞ് 241.3 ടണ്ണിലേക്ക് എത്തി. നിലവിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വീടുകളിൽ ഏകദേശം 32,000 ടൺ സ്വർണമുണ്ട്. ഇപ്പോൾ 10 ഗ്രാം സ്വർണത്തിന് 1.75 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വില. ഡിസംബർ അവസാനിച്ച പാദത്തിൽ ആഭരണങ്ങളുടെ ആവശ്യകതയിൽ 23% കുറവുണ്ടായതായി റിപ്പോർട്ട് പറയുന്നു. എന്നാൽ അതേസമയം നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ 26% വർധനവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. സ്വർണം വാങ്ങുന്ന അളവ് കുറഞ്ഞെങ്കിലും ഇന്ത്യൻ വീടുകളിലെ സ്വർണത്തിന്റെ ആകെ മൂല്യം ഏകദേശം $6 ട്രില്യൺ കടന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യക്കാരുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ ആകെ വില ലോകത്തിലെ പല വൻകിട രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയേക്കാൾ വലുതാണ്. ഇവിടെ സ്വർണത്തോടുള്ള താല്പര്യം എന്നത്തേക്കാളും വർദ്ധിച്ചിരിക്കുകയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിംഗിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യൻ നിക്ഷേപകരുടെ സ്വർണ്ണ ഡിമാൻഡ് 73% വൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണവില ഗ്രാമിന് റെക്കോർഡ് നിലവാരത്തിൽ നിൽക്കുമ്പോഴും ഏകദേശം 2.97 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ നിക്ഷേപകർ സ്വർണത്തിലേക്ക് ഒഴുക്കിയത്. രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോൾ ആഭരണങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സ്വർണത്തെ ഒരു ദീർഘകാല നിക്ഷേപമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആഭരണ വിപണിയിൽ അളവ് കുറഞ്ഞെങ്കിലും നിക്ഷേപ മൂല്യത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപങ്ങൾ 3 ഇരട്ടിയായി വർദ്ധിച്ചു. പെൻഷൻ ഫണ്ടുകൾക്കും ഇപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ചരിത്രത്തിൽ ആദ്യമായി 5,000 ടൺ കടന്നിരിക്കുകയാണ്. വരും വർഷങ്ങളിലും ഇന്ത്യയിൽ സ്വർണത്തിന്റെ ആവശ്യം 600 മുതൽ 700 ടൺ വരെയായി തുടരുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. ചുരുക്കത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വലിയ ഇടിവുകൾ കണ്ട് ഭയപ്പെട്ട് സ്വർണ്ണ നിക്ഷേപം ഉപേക്ഷിക്കേണ്ടതില്ല എന്നാണ് ഈ കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തെയോ യുദ്ധത്തെയോ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കാൻ സ്വർണത്തേക്കാൾ മികച്ച മറ്റൊരു മാർഗമില്ല. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം വൻ ഇടിവുകൾ നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണം ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി തന്നെ തുടരുന്നുണ്ട്. വിപണിയിലെ ഇത്തരം മാറ്റങ്ങളെ പേടിയോടെയല്ല, മറിച്ച് കൃത്യമായ പഠനത്തോടെയും തന്ത്രപരമായ സമീപത്താൽ സ്വർണം നിങ്ങൾക്ക് മികച്ച ലാഭം നൽകുമെന്നതിൽ സംശയമില്ല.